നീ പറയുന്ന പല കള്ളക്കഥകളും അലങ്കൃതമായി തീരാം പകരുന്ന തരം തവണകളും അങ്ങനെ ഐശ്വര്യമായിട്ട് നമ്മുടെ ആദ്യത്തെ ഒമേഗിൾ ലൈവ് ആണ്. ഞാൻ ഇതുവരെ ലൈവ് ചെയ്തിട്ടില്ല ഒമേഗിളിൽ. ഇതുവരെ ഞാൻ ലൈവ് ഇട്ടിട്ടില്ല. 2 വേണ്ടി ഒരെണ്ണം മാറ്റിയിടാം. ഫസ്റ്റ് എൻ്റെ ഒമേഗിൾ ലൈവ് ആണ്. ഓക്കെ, വി ഹാവ് ടു ഈശ്വര എല്ലാവരെയും കത്തോളൂ. എന്നെ എൻ്റെ പിള്ളേരെയും കത്തോളെ ദൈവമേ, കാണുന്നവരെ എല്ലാവരെയും കത്തോളൂ. സ്കിപ്പ് ചെയ്തിട്ട് ഓടിയേ. ഹായ്, ഹായ്, എവിടെ പോകുന്നു ബ്രോ? Going home. Oh, going home. Wait பண்ணுங்க. ஒரு 1 minute wait பண்ணுங்க. தமிழா? ஆமா தமிழ் தான். ஓகே. எங்க ஓடி போகுது ப்ரோ? இது யாரு ப்ரோ? ஒரு பஞ்சாயத்து ஒத்துண்டല്ലോ ப்ரோ. நாங்கலாம் வந்து உங்க ஃபேனுக்கா. என்ன? ஏன் ஃபேன்? என்ன தெரியும் உங்களுக்கு? தெரியுமே. எப்படி தெரியும்? இன்ஸ்டா ஐடி கேளுடா. இன்ஸ்டால நான் என்ன பண்ணிட்டு இருக்கேன்? சரி இன்ஸ்டா ஐடி இருந்தா சென்ட் பண்ணுங்க. சொல்லுங்க நான் போடுறேன். பேசுவோம். ப்ரோ சொல்லுடா. உங்களுக்கு என்ன தெரியாது? அப்படி எப்படி நீங்க தெரியும்? ஐடி மட்டும் சொல்லுங்க நான் போடுறேன். வேணாம் ப்ரோ, வேணாம். எனக்கு இன்ஸ்டா இல்ல ப்ரோ. ഇത് മറ്റേ ഫേക്കാ. ക്യാമറ ഞാൻ മറ്റേ ചേച്ചി, എന്റെ പേര് ഞാൻ മറന്നു. ഹലോ, ഹലോ, കണ്ണൻ അവിടെ ഇരിക്കുന്നു. ഏതാ ദിവസം? ഞായറാഴ്ച. മൗനവ്രതം വല്ലോ? കണ്ണൻ അവിടെ ഇരിക്കുന്നേ. ഹായ് കുട്ടി. ഒരു പെങ്കൊച്ച് വന്ന് എന്നെ സ്കിപ്പ് ചെയ്തിട്ട് അങ്ങ് പോയി ആ കൊച്ച്. അയ്യോ, വണക്കം ചേച്ചി, വണക്കം. വണക്കം വണക്കം. ആരാ നീ? നമ്മള് മനുഷ്യന്മാര്. ബിഗ് ഫാൻ ബ്രോ. ബിഗ് ഫാൻ ബ്രോ. പേര് കണ്ടുപിടിച്ചോണ്ടിരിക്കാൻ അപ്പുറത്തിരുന്ന് എന്തിനാ കള്ളത്തരൊക്കെ വിളിച്ച് പറയുന്നത്? അല്ല, അറിയാ. എന്തറിയാ? നമ്മക്കറിയാം നിങ്ങളെ യൂട്യൂബർ. ഏത് യൂട്യൂബ്? ഫോക്സ് അല്ലേ? എന്ത് ഫോക്സ്? ബ്രൈറ്റ് ഫോക്സ്. കുഴപ്പമില്ല. ചിരിക്കണ്ടേ? ചിരിയാണ് ഹൈലൈറ്റ്. ഓ, ചിരിക്കണോ? അല്ല ചിരിക്കാം. എന്താ ചെയ്യുന്നത് ചേട്ടന്മാര്? ചേട്ടൻ നമ്മള് ഇവിടെ ഇരിക്കാണ് സോഫമല്ലേ. ഓ സോഫയിൽ സോഫയിലിരിക്കേ. മോനെ ഇതാര ലൈവിലാ കേറിപ്പോയിന്? തിരിച്ചോടാ. എവിടെ പോന്നു? നീ കായലിൽ ചാടാൻ പോയവൻ? എടാ ബ്രൈറ്റ് ഫോക്സ് എടാ, അതെങ്ങനെ ഇതില് വന്നിട്ട്? എന്റെ മോനെ നമ്മളിപ്പോ യൂട്യൂബിൽ എത്തൂലേ? എത്തത്തില്ല, യൂട്യൂബിൽ എത്തത്തില്ല. നമുക്ക് എത്തിയാലും വലിയ കുഴപ്പമില്ല. ഇല്ല, യൂട്യൂബിൽ എത്തത്തില്ല. ഞാൻ യൂട്യൂബിലല്ലല്ലോ സ്ട്രീം ചെയ്യുന്നേ. നമ്മക്ക് പേടി നിങ്ങളാ. എന്നെ പേടി? നീ ആദ്യമേ ആ തൂണ് കാണിക്കാതെ നിന്റെ മുഖം ഒന്ന് കാണിക്കേ. എന്റെ മുഖം എന്ത് രസമുണ്ട് കാണാൻ. ഞാൻ ഇത്ര നേരം തൂണല്ലേ കണ്ടോണ്ടിരുന്നേ. ചാച്ചി ചോദിച്ചു ഇവന് പെണ്ണുണ്ടോ? ചേച്ചിക്ക് പെണ്ണുണ്ടോ? ഇല്ല, എനിക്ക് ഇതുവരെ പെണ്ണ് സെറ്റ് ആയിട്ടില്ല. അല്ല ഇവനാ ചോദിച്ചേ. ഇവല്ല, ചാച്ചി ചോദിച്ചു ഇവന് പെണ്ണ് കിട്ടുമോ? ലൈവ് നോക്കിയാ ബ്രൈറ്റ് ഫോക്സ് അടിച്ചോക്കിയാ ലൈവിലുണ്ടാവടാ. നാളെയാണ് അന്റെ ഓള് കണ്ടിട്ട് കൊല്ലുവടാ. കള്ളപ്പണിയാ. അന്റെ ഓളൊന്നും കാണത്തില്ലടാ. അന്റെ ഓളൊക്കെ ഇത് എങ്ങനെ കാണാം? അന്റെ ഓളുടെ പേരെന്താ? അതൊക്കെ വേറൊന്നും ഞാൻ പറഞ്ഞില്ല. പറയടാ. നമ്മൾ രണ്ടുപേരും മാത്രം. ഞാൻ ലൈവ് പോലല്ലോ. നീ വേണേ എന്റെ യൂട്യൂബിൽ കയറി നോക്ക്, ഞാൻ ലൈവ് ആണോന്ന്. ഇതല്ലേ അക്കൗണ്ട് ഇതാ. ലൈവ് ആണോ? ഞാൻ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. സബ്സ്ക്രൈബ് ചെയ്തോ? നീ ലൈവ് ആണില്ലല്ലോ. അപ്പൊ നിന്റെ ഓളുടെ പേര് പറ.
സബ്സ്ക്രൈബ് ചെയ്താൽ മറ്റേ ഇതുണ്ടാ ക്യാഷ് ഉണ്ടെന്ന ചാലഞ്ച് 30 സെക്കൻഡ്. അങ്ങനെ എന്തെങ്കിലും ഓഫർ അപ്പൊ എന്നല്ലേ സബ്സ്ക്രൈബറിലും വരും കുറെ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എണ്ണ. നീ സബ്സ്ക്രൈബ് ഇതാ ചെയ്തു. സബ്സ്ക്രൈബ് ചെയ്ത് ഇതാ ഇനി ആ ഓടെ പേരെന്ന് പറഞ്ഞേ. ഓളുടെ പേരാ ആ ഓളുടെ പേര് പറഞ്ഞോളൂ. എടാ പറയടാ. എന്തിനാ ആരെയാണ്? നീ നാട്ടുകാരെയാണോ ഇവിടെ പേടിക്കുന്നത്? ഈ സൊസൈറ്റി ആണോ നീ പേടിക്കുന്നത്? എന്തിനാണ് സൊസൈറ്റിനെയൊക്കെ പേടിക്കുന്നേ? എന്റെ മോനെ എന്നാ നീ അവിടെ ഇരുന്ന് ആ കായലിന്റെ തിരയിടണം. ശരി. അപ്പൊ ഇതിന്റെ ഫാൻ ബോയ് ആണ്. അയ്യോ മറ്റേ ബ്രേക്ക് ബോക്സ്. ഹായ് 3 ഫാൻ തിരിയോ? യൂട്യൂബ് ബ്രേക്ക് ബോക്സ്. പിള്ളേരൊക്കെ അവിടെ കിടന്ന് ഉറങ്ങുവാണ്. അവന്മാരെയൊക്കെ എന്തിനു നീ ഉപദ്രവിക്കുന്നേ? ആളെ കാര്യത്തിൽ നിങ്ങൾ വിശ്വാസമില്ല. കാര്യത്തിലാണ് വിശ്വാസമില്ല. ഒരായി പറഞ്ഞു യൂട്യൂബ് അവന്മാരെല്ലാരെയും ഞാനൊന്നും സ്കിപ്പ് ചെയ്തില്ല. എന്നെ സ്കിപ്പ് ചെയ്ത് പോവും എല്ലാരും. സ്കിപ്പ് ചെയ്ത് പോവാ. ഇതിപ്പോ ഞാൻ സ്കിപ്പ് ചെയ്തു. ലൈവ് സ്ട്രീം ആണോ? ലൈവ് ആണോ? പിന്നെ എപ്പോഴും അങ്ങനെ പറയുന്നു. പറയുന്നല്ലേ. കാണാൻ പറ്റുന്നില്ല ബ്രോ. നെറ്റില്ലേ നിങ്ങക്ക്? കുറച്ച് ഫോൺ നോക്കി പിടിച്ചാൽ നെറ്റ് വരുവോ? അയ്യോ അങ്ങനെ കാണാൻ പറ്റുന്നില്ലെന്നല്ല. എനിക്ക് കാണാൻ ഇപ്പൊ കാണാം. അല്ല എനിക്ക് നിങ്ങൾ എല്ലാരും ഒരു ബ്ലർ ആയിട്ടാ കണ്ടോണ്ടിരുന്നേ. ഇപ്പൊ കുഴപ്പമില്ല. നിങ്ങളൊക്കെ എവിടാ? ഞങ്ങള് റൂമിലാ. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഫോട്ടോ ലൈവല്ലേ? റെക്കോർഡ് ചെയ്യുന്ന പോലില്ല. ഫുഡൊക്കെ കഴിച്ചോ? എന്നാ നടക്കട്ടെ, കഴിച്ചോ. ലിങ്ക് പേസ്റ്റ് ചെയ്തോണ്ടിരിക്കാൻ അറിയില്ലെന്ന്. ഹലോ ഹലോ വെർച്വൽ ക്യാമറ ഡിറ്റക്ടർ. പക്ഷെ താങ്കൾ റിയലാണ്. അല്ല നോർമലി അങ്ങനെ മൂഞ്ചിക്കാറുണ്ട്. ഓ സന്തോഷം. പക്ഷെ ഇത് റിയലാ. ഇത് റിയലാണ്. ഞാൻ അതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. എവിടെ? ഇതിൽ തന്നെ വെർച്വൽ ക്യാമറ ആയിട്ട്. ഓ അത് ഞാൻ തന്നെയായിരുന്നു. അതും തന്നെ അതെനിക്ക് മനസ്സിലായി. അന്ന് ഞാൻ ചോദിച്ചല്ലോ സ്വന്തമായിട്ട് ക്യാമറ ഇല്ല, അതാണ് വെർച്വൽ ആയിട്ട് വെച്ചത്. സ്വന്തമായിട്ട് ക്യാമറ ഇല്ലാത്തോടാണ് വെർച്വൽ ആയിട്ട്. അപ്പൊ ഇത് എന്റെ ക്യാമറ അല്ലേ? അല്ലല്ല, അത് വെർച്വൽ ക്യാമറയാണ്. എന്റെ കാണിക്കുന്നുണ്ട് അവിടെ വെർച്വൽ? ഇല്ല, അത് എന്റെ സ്വന്തം ക്യാമറ. ഇത് വെർച്വൽ ക്യാമറ. ഗതികേട് തന്നെ കേട്ടാ. സോണി ആൽഫ സോണി ആൽഫ 60 ഒന്നും അല്ല, ഇത് മറ്റൊരാളെ ക്യാമറ ആണ്. നിനക്ക് അനക്ക് വയ്യേ? അനക്ക് വയ്യേ? നിനക്ക് വയ്യേ? അനക്ക് വയ്യേ? വെർച്വൽ ക്യാമറ എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി എക്സ്പ്ലെയിൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോ. ഞാനായിരുന്നു നിന്റെ ടീച്ചറാ? ആ അല്ല നീ ആരെന്റെ ടീച്ചറാ? ഇതെന്താ വെർച്വൽ ക്യാമറ? എന്താ വെർച്വൽ ക്യാമറ എന്ന് വെച്ചാൽ വെർച്വൽ ക്യാമറ. വെർച്വൽ ക്യാമറയുടെ അർത്ഥം എന്താ? വെർച്വൽ ക്യാമറയുടെ അർത്ഥം വെർച്വൽ ക്യാമറ. ഇതിപ്പോ ശരിക്കും ആർക്കും വയ്യാത്ത? അനക്ക വയ്യാത്ത? എനിക്കാ? നീ പറയുന്നത് ഞാൻ ഇവിടെ വെച്ചോണ്ടിരിക്കുന്ന ക്യാമറ എന്റെ അല്ല എന്നാണ്. എന്റെ അല്ല. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച ക്യാമറ എന്റെ അല്ല. നിന്റെ അല്ല. അല്ല അത് നിന്റെതാ, പക്ഷെ ഇതിൽ കാണുന്ന ക്യാമറ നിന്റെ. അപ്പൊ ഞാൻ ആരുടെ ക്യാമറ എടുത്ത് വെച്ചേക്കുന്നു ഇവിടെ? വെർച്വൽ ക്യാമറ. എഴുന്നേറ്റ് പോടാ. അയ്യോ ചേച്ചി ഇല്ലല്ല, വാസനോട് പറയാനെന്താണ്? വാസന എന്റെ കൂടാണോ? ഇത്തിരി കഷ്ടം ഇതൊക്കെ.
അയ്യോ എന്റെ പൊന്നെ ആ ഗെയിമറല്ലത്. അയ്യോ കളിക്കാറില്ല, പിന്നെ അങ്ങനത്തെ ഒരു പേരുണ്ട്. ഏ, അയ്യോ. ഞാൻ പോകട്ടെ. ഏ അയ്യേ വയ്യ. വശി. പോലെ ഓ ഇല്ല. പോലെ എന്നൊക്കെയുണ്ട് വിശേഷം? ഏ. സുഖാ. അതിനിത്ര ചിരിക്കണേ എന്തിനാ? ഒന്നില്ല, നീ ആ പോവല്ലേ പോവല്ലേ എന്ന് പറഞ്ഞ എനർജിയും അത് കഴിഞ്ഞിട്ട് എന്നൊക്കെയുണ്ട് വിശേഷം അതും കൂടെ ഞാനൊന്ന് മാച്ച് ചെയ്യാൻ നോക്കിയതാ. ഓ ഭയങ്കര മാച്ചിങ് ആണോ? ഏ ഭയങ്കര മാച്ചിങ് ആണോ അത് രണ്ടും? പിന്നെ ലൈവ് ആണോ? അല്ല, ഞാൻ റെക്കോർഡ് ചെയ്യാൻ കയറിയതായിരുന്നു. ഓ ഭാഗ്യം. എന്താ ചെയ്യുന്നു? പിന്നെ നാം പഠിക്കുവാണ്. ഓ, ഉമ്മകളിലാണോ നിന്റെ പഠിത്തം? അങ്ങനെയൊന്നും ഇല്ല. എന്താ നിനക്ക് നാണം വരുന്നു? എന്തിനു നാണോ? കയറിയിരിക്കുവാടാ സന്ധ്യയായപ്പോ നീ ഇതിനകത്ത്? ചുമ്മാ ഇതൊക്കെ ഒരു രസമല്ലേ. നിനക്ക് പഠിക്കാനുണ്ടോടാ നിനക്ക്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഉണ്ട്. എന്നിട്ട് പിന്നെ ആരെ കാണാൻ കയറിയിരിക്കുന്നു നീ ഇതിനകത്ത്? ചേച്ചീനെ കാണാൻ. എന്നെ കാണാനാ? നീ അറിഞ്ഞ ഞാൻ ഇതിനകത്തുണ്ടെന്ന്? അതൊക്കെ നമ്മള് ദീർഘവീക്ഷണം കൊണ്ട് കണ്ടെടുത്തു. ചുമ്മാ ഉടായിപ്പറക്കരുത്. കണ്ട പെമ്പിളാരെ കാണാൻ വേണ്ടിട്ട് കയറി ഇരുന്നിട്ട് ചേച്ചിയെ കാണാൻ കയറി പോയി പൊടിയോടെ എഴുന്നേറ്റ് പോയി എന്തേലും അവന്റെ. ആയിക്കോട്ടെ ചേച്ചി. ചേച്ചിയുടെ ഡീമോട്ടിവേഷൻ എനിക്ക് ഭയങ്കര അർത്ഥമായി. ഡീമോട്ടിവേഷനോ? എടാ നിന്നെ ഞാൻ മോട്ടിവേറ്റ് ചെയ്തിട്ടാ പഠിക്കാൻ. എനിക്ക് ഡീമോട്ടിവേഷൻ ആയിട്ടാ തോന്നിയത്. പഠിക്കാൻ വിടുന്ന സമയത്ത് അവനൊക്കെ ബൊമ്മകളിൽ കയറി നടക്കും, എന്നിട്ട് പിന്നീട് കരയാൻ. എനിക്ക് എത്ര വയസ്സുണ്ട്? നിനക്ക് കൂടി പോയ ഒരു 17 വയസ്സ്. കറക്റ്റ് ഗസ്. എങ്ങനെ സാധിക്കുന്നതൊക്കെ? Bro, you know something? I don't know. ആസ്ട്രോളജി ഒക്കെ അറിയാം. നിനക്ക് പെണ്ണില്ലല്ലോ. ആ ടോക്ക് വേണ്ടായിരുന്നു. ഞാൻ ഗസ് ചെയ്യുവാടാ ഇതൊക്കെ. ഗസ് ചെയ്യുവാ. നിനക്ക് പെണ്ണുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ അതല്ലേ, അതാണ്. പോയി പഠിക്കാ. പെമ്പിളാരെ നോക്കിയിരിക്കുന്നത് പഠിക്കുന്നത്. എത്ര പഠിക്കുന്നത്? +2 ആയിക്കോട്ടെ. എക്സാം ആണോ അടുത്ത മാസം? എക്സാം കഴിഞ്ഞല്ലേ പണ്ടാരം? ക്ലാസ് തുടങ്ങിയില്ലടാ. ഞാനൊക്കെ ക്ലാസ് ഒക്കെ തുടങ്ങി 2 മാസമായി. എന്നിട്ട് നീ എവിടെയാണ് ക്ലാസ് തുടങ്ങി 2 മാസം? CBSE. ഓക്കെ എന്നാ പോയി പഠിച്ചൂടെ മോനെ? വല്ലതൊക്കെ പോയി പഠിയെടുക്കാം. പോ. ഗ്യാസ്ട്രോളജിയാ? ഗ്യാസ്ട്രോളജി ആണ്, കറക്റ്റ് ആണ്. അയ്യോ സംസാരിക്കാം. അയ്യോ വെയിറ്റ്, ഒറിജിനലാണോ? ഒറിജിനൽ ഫിക്സ്. ഓക്കെ. അയ്യോ ഫോക്സിനെ കിട്ടി ഗൈസ് മിങ്കിളില്. എന്താ ബ്രോ ചെയ്യുന്നേ? ഞാൻ ഇതുവരെ എന്റെ കണ്ടന്റ് ഒക്കെ ചെയ്യും. ഒരു മിനിറ്റ് ചേച്ചി, ഞാൻ 2 വീഡിയോ ട്രോൾസ് കണ്ടതായിരിക്കും. നല്ലിരിക്കട്ടെ ചോദിച്ചു. ഓക്കെ, ഞാൻ ഇത്രയും നേരം കമന്റ് വായിച്ചില്ലടാ. എന്തുകൊണ്ട്? സുഖമാണോ? അവിടെ സുഖം. എന്താ ചാനലിന്റെ പേര്? ടൈപ്പ് ചെയ്യാം. നല്ല പേര്. പുള്ളി എന്താ പറയണേ? നിങ്ങക്ക് കേൾക്കാൻ പറ്റത്തില്ലേ പുള്ളി പറയേ? എടാ നിങ്ങൾക്ക് ഇവര് പറയുന്നൊന്നും കേൾക്കാൻ പറ്റുന്നില്ലേടാ? ഹലോ ചേച്ചി ചാറ്റിലുള്ളവരൊക്കെ എന്താ മിസ്റ്റർ ബ്ലേസ് സബ്സ്ക്രൈബ് ചെയ്യാവേ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആരും നെറ്റ്ഫ്ലിക്സ്? No. Because I can watch you for many hours. എനിക്ക് എത്ര വയസ്സുണ്ടെന്ന് നിനക്കറിയോ? അല്ല ചേച്ചി, ഇതെടുത്തിട്ട് എന്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നീ പറ, എനിക്ക് എത്ര വയസ്സുണ്ട്? നിനക്ക് എന്റെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ നെറ്റ്ഫ്ലിക്സ് ആണോ എന്നൊക്കെ ചോദിക്കാമോ? അത് മോശമായി പോയോ? എനിക്ക് ഞാൻ കറക്റ്റ് സമയത്ത് എനിക്കൊരു കൊച്ചുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നിനക്ക് നിന്റെ പ്രായമായാലും എന്നൊന്നും ഞാൻ പറയത്തില്ല. അത്രയും പ്രായമൊന്നുമില്ല. അത് വെറുതെ എക്സാജറേറ്റ് ചെയ്തതാണ്. എന്നാലും 28 നിനക്ക് എനിക്ക് 28 വയസ്സായിട്ട് തോന്നുന്നുണ്ടോ? 25 എന്നാ പറഞ്ഞേ. 25 കറക്റ്റാ. നിനക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 15. കണ്ടന്റ് ക്രിയേറ്ററാണ്. നമ്മളൊക്കെ കണ്ടന്റ് എടുക്കാൻ വേണ്ടി എങ്ങോട്ട്
നീ കണ്ടന്റ് എടുക്ക്. അതെ 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 അതെ. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്തായാലും കണ്ടതിൽ സന്തോഷം. ആദ്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. നല്ല ചിരി, നല്ല രസമുണ്ട് ചിരിയാണ്. താങ്ക് യു സോ മച്ച്. ശരി, ഓക്കെ നടക്കട്ടെ. ഈ ബ്രോയിനെ എനിക്കറിയാം. യൂട്യൂബറാ തമിഴ് തന്നെ அவங்க തമിഴൊക്കെ എങ്ങനെ കയറി വരുന്നുണ്ടോ ഇതിനകത്ത്? എന്താണ്? ഹായ്, അയ്യോ പെട്ടോ. എന്താ കുട്ടിയുടെ പേര്? ആൻമരിയ. ആൻമരിയ. ഓ, നല്ല പേര്, നല്ല പേര്. എവിടാ? ഞാൻ കർണാടകയില. ബാംഗ്ലൂരോ? മാംഗ്ലൂർ. മാംഗ്ലൂരാ? നഴ്സിംഗ് പഠിക്കുവാണോ? എവിടാ? നഴ്സിംഗ് പഠിക്കുന്ന മംഗളൂർ. ആൻമരിയക്ക് സുഖമാണോ? ആൻമരിയ എന്നെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ട്. കണ്ടിട്ടുണ്ടോ? ഓ, അറിയാവോ? പിന്നെ അറിയാണ്ട് അതല്ല ഞാൻ കൊച്ചിനെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. എന്തിനാ കരയുന്നേ? എത്ര പേര് അറിയാവുന്നവര് കാണുന്നുണ്ടോ? ലൈവാണോ? അത്ര പേരെന്ന് പറയാ. ഞാൻ യൂട്യൂബിലല്ല ലൈവ്, കിക്കിലാണ് ലൈവ്. ആൻമരിയെ കലിപ്പിലാണോന്ന് കണ്ട കോഴികൾ ഇവിടെ കിടന്ന് ചോദിക്കുന്നുണ്ട്. നിനക്കൊക്കെ വേറെ എന്തൊക്കെ ചെയ്യാനുണ്ടാ? സനീന്റെ ഒരു കട്ട് കറക്റ്റ്. എടേ ഡാർക്ക്, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് സന എന്ന പേര്. ആ കൊച്ചി മോൾഡോ കൂട്ടിരിക്കുക. ആ കൊച്ചിന്റെ കട്ട് ഉണ്ടെന്ന് എനിക്കറിയാവുന്നതിനെക്കാട്ടി കൂടുതൽ എന്റെ സബ്സ്ക്രൈബേഴ്സിനെ അറിയാവുന്ന. ആലോചിച്ചു മാതിരി ഐറ്റംസ് ആണ് ചാറ്റി കിടക്കുന്നത്. ഐഡി ചോദിക്കാം, പറഞ്ഞുതരാ ഐഡിയും. നിനക്കൊക്കെ ഞാൻ അഡ്രസ്സും കൂടെ പറഞ്ഞുതരാം കൊച്ചിന്റെ. അവന്റെയൊക്കെ ഐഡി എന്ന് പറഞ്ഞിട്ട് ചാറ്റിൽ സ്പാം ചെയ്യുന്നുണ്ട്. കണ്ടുപിടിച്ചതൊക്കെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യും. ഗൂഗിൾ ലെൻസിൽ പോയി സെർച്ച് ചെയ്തിട്ട് വരും കേട്ടോ. ഇൻസ്റ്റഗ്രാമിൽ വരും. ഒന്നിനും അക്സെപ്റ്റ് ചെയ്യല്ലേ. എന്റെ അടിച്ചാ വരത്തില്ല അങ്ങനത്തെ ഒരു ഐഡിയ. എനിക്ക് ഇഷ്ടപ്പെട്ടത്. കെട്ടിച്ചേരട്ടെ, തരട്ടെ കെട്ടിച്ച്. എത്ര വയസ്സുണ്ട് മോളെ? 19. മാമന്മാരല്ലേടാ നീയൊക്കെ? മാമന്മാരല്ലേ നീയൊക്കെ? നാണുണ്ടോ നിനക്കൊക്കെ? ഐഡി ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ടൈപ്പ് ചെയ്യണം വയസ്സട്ടെ. ഈ ചാറ്റുള്ളവന്മാരെല്ലാരും ഉണ്ടല്ലോ ഇങ്ങനത്തെമാരാണ്. ഒരു പെൺകൊച്ചിനെ നമ്മളിങ്ങനെ പെമ്പിളാരെങ്ങനെ സ്ട്രീമേഴ്സ് ആണെന്ന് കാണുമ്പോൾ നിൽക്കത്തില്ല. എല്ലാവരും സ്കിപ്പ് അടിച്ചോ. എനിക്ക് ആദ്യമായിട്ടല്ല, രണ്ടാമതോ മൂന്നാമതോ കണ്ടാണെന്ന് തോന്നുന്നു ഒരു പെൺകൊച്ചിനെ കിട്ടുന്നത്. എന്തുവാ പഠിക്കുന്നത്? നഴ്സിംഗ് ആണോ? പഠിച്ചോ. പഠിക്കാതെ എന്തോ ചെയ്യുക? ഓ, പഠിക്കുവാണോ? ഏത് ഇയറാ? ഫസ്റ്റ് ഇയറോ? നടക്കട്ടെ, പോട്ടെ. കണ്ടത് ഫുഡ് കഴിച്ചോ? അവിടെയോ? കഴിച്ചില്ല, കഴിക്കണം. കഴിക്കണ്ടേ ഇടയ്ക്കിടയ്ക്ക്, പക്ഷെ കഴിക്കണം. ശരിയടാ, ബൈ. എങ്ങനെയാണ് എനിക്ക് തന്നെ തമിഴ്? ഇത്ര സെക്കൻഡ്സ് എടുത്തേ നോയിക്കൊണ്ടിരുന്നേ. പറയണോ സ്കിപ്പ് അടിച്ച് പോണോ എന്ന് ആലോചിച്ചേ. സോഷ്യൽ മീഡിയയിൽ വന്നാലോ? സോഷ്യൽ മീഡിയയിലൊന്നും വരത്തില്ല. സോഷ്യൽ മീഡിയയിലൊന്നും വരത്തില്ല. പറയാൻ പറ്റും, ചിലപ്പോ ഇത് ലൈവായിരിക്കും. ജീവിതം ഇല്ലാണ്ടാക്കണോ? ജീവിതമൊന്നും ഇല്ലാതൊന്നും ആവത്തില്ല. പറയില്ലേ? നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ എന്നെ കണ്ടിട്ട് ഞാനിപ്പോ ലൈവ് ചെയ്യുന്നതായിട്ട്? അല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാനങ്ങ് പൊക്കോളായിരുന്നെന്ന് പറഞ്ഞു. എന്നാ എന്റെ കാര്യം പറയട്ടെ, ഞാൻ ലൈവാ. അപ്പൊ ഞാൻ അങ്ങ് പോട്ടെ.
നിന്നെ കൊണ്ടുണ്ടല്ലോ നിന്റെ ഒമേകള് ഒറിജിനൽ ആണ് അറിയാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഒരാളുടെ കിട്ടിയല്ലോ, ഞാൻ കണ്ട്. ഒരാൾ വന്നിട്ട് നേരെ വന്നിട്ട് അവനും കിട്ടി, അത് വേറെ കാര്യം. ഒരു പാട്ട് എടുത്തരുവോ? അല്ല ഞാനിവിടെ അതിനാണല്ലോ നീ ഇരിക്കുന്നത്. ഞാൻ വേറെ എന്തിനാണല്ലോ ഇരിക്കുന്നത്. ഓക്കെ, ഏത് പാട്ടാണ്? ഏതൊക്കെ പാട്ട് നിനക്ക് അറിയാം? നിനക്ക് മറ്റേ അകലെ ഒരു താരകമായി അതറിയോ? അറിയോ? ഓ എന്റെ ഫേവറേറ്റ് പാട്ടാണ് ഇപ്പൊ അത്. ഞാൻ ഇന്ന് ഒരു വട്ടം 5-10 പ്രാവശ്യം പാട്ട് കേട്ടാണ്. ഓ ഞാനൊരു 2-3 ദിവസമായിട്ട് എത്ര വട്ടം കേൾക്കുന്നത് എനിക്ക് പോലും അറിയത്തില്ല. പാട്ടുകാരൻ വന്നു ഗൈസ്, പാട്ടുകാരൻ വന്നു. എല്ലാരും ഫോളോ ചെയ്യണം. എല്ലാരും ഒരു ഹായ് അയക്കോ. ഹായ് 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 ഹായ്. അംശം പാടണോ? എടാ നീ അംശം പാടുവോടാ? കുറച്ച് ഞാൻ ഇത്രയും പേർ ഒന്നിച്ച് ഞാൻ തെറ്റിക്കണം. അതിന് ഞാൻ സേഫ് സോൺ പിടിക്കാം. സേഫ് സോൺ പിടിക്കാം. സേഫ് സോൺ പിടിക്കണം. പൊഴിയുകില്ല നമ്മളിന്നേ പല കുറിയിൽ കാതിലോതി അത് മറന്നു പോകയോ നീ അകലെ ഹൃദയമേ മുകിലുകളിൽ മാറി വില്ലുപോ ഒടിയിടയിൽ കാതിലോതി മിഴി നിറയെ നിന്റെ ഇവിടെ നീ ഈ ജന്മമെന്തിനോ നീളുകയോ ഈ മണ്ണിൽ നിന്നെ ഞാൻ തേടുകയോ നിൻവിരഹമെന്നിലായി നീറുകയോ ഇന്നിഴിയിൽ കണ്ണു നീ മൂടുകയോ ഏറെ ജന്മമായി കാത്തിരുന്നപ്പോൾ എന്റെ പാതയിൽ വന്നതാണ് ജീവതാളമായി മാറിയെങ്കിലും മാഞ്ഞതെന്തിനോരു നാള് അകലെയൊരു താരകമായി വരുമോ നീ അരികെ ഒരു പുഞ്ചിരി ഇരവും പകലും നിറയൂ നീ. എന്ത് ഫീലാണോ പാടുന്നത്? ഭയങ്കര രസമുണ്ട്. ഇവ ഒമേകളിൽ ഇരിക്കേണ്ടവനല്ല, നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ പറ അവരോടൊന്ന്. എടാ നീ ഇവിടുന്ന് ഉയർന്ന് പോടാ. ഞാൻ മാത്രം വിചാരിച്ചാൽ മതി ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്ന എനിക്ക് മാത്രം തോന്നിയത്, കണ്ടോണ്ടിരിക്കുന്നവർക്ക് ഒരു തോന്നണ്ടേ. അതല്ല എന്റെ അത്ഭുതം, അതല്ല എന്റെ അത്ഭുതം. നിങ്ങൾ ഈ കാലഘട്ടത്തെ പാട്ട് കേൾക്കാറുണ്ട്? അല്ല അല്ല അങ്ങനെ അല്ല, സാധാരണ മറ്റേ യേശുദാസ് പഴയ പ്രാണസഖീജ അവിടെ അല്ലേ നിങ്ങള്? അപ്ഡേറ്റ് ആയില്ലേ? ഹൈലൈറ്റ് ഫോക്സ് വന്നത് ഇതന്നെ പാട്ട് പാടുക. നല്ല പാട്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ഒരു പാട്ടെ ഏത് പാട്ടാ പാടുന്നേ? വെളിച്ചം പ്രകാശമായിട്ടൊരു ബന്ധമില്ലാത്തൊരു പാട്ട് ഏതായാലും പാടാം. ഞാൻ അംശം പാടുമോന്ന് ചോദിക്കാൻ വരുമായിരുന്നു. അംശം നോക്കട്ടെ, ചിലപ്പോ ശരിയാവും, ചിലപ്പം പാടും, നോക്കട്ടെ. യോമേക്കത്തോണേ നീ പറയുന്ന പല കള്ളക്കഥകളും അലങ്കൃതമായി തീരാം, പകരുന്ന തരം പ്രവണതകളും കരളിതളായി വിരിയാം. തിരുമുന്നിലായി പദം മുന്നിതാ മടിക്കുന്നിതാ നിന്റെ താളത്തിൽ തുള്ളാം, ഹംസമായി തീരാം. നിന്റെ പല കള്ളക്കഥകളും അലങ്കൃതമായി തീരാം, പകരുന്ന തരം പ്രവണതകളും കരളിതളായി വിരിയാം. പാതാളം ൂറായാലും നീയൊന്ന് എന്നെ വിളിച്ചാലും നാശാടും. ഈ തത്തമ്മ പെണ്ണെന്നെ കടിച്ചാൽ ഞാൻ മുളകായി മാറും. പിന്നെയും നേരി ഞാൻ ഒരു ചിരിയും ചാത്തും.
മനസ്സിലെ മയക്കത്തും കൈ കേറിയവനാണ് മനസ്സിലെ ഒരു തീയെല്ലാം കെടുത്തിയവനാണ് മനസ്സിലെ ഭാരം ഇറക്കി വെക്കുന്നതാരും പിരിഞ്ഞതും തൽക്കാലം ചിരിയുമാവേ. ഇതാണ് നിനക്ക് പറഞ്ഞ കുറച്ചൊക്കെ പാടാൻ അറിയാം, അംശം എനിക്ക് അറിയത്തൊന്നുമില്ല എന്ന്. എങ്ങാനും കയ്യിൽ നിന്ന് പോയാ പിടിച്ചു നിക്കാൻ ഒരു പിടിവില്ല ഡയലോഗ്. നല്ല പിടിവള്ളിയായിരുന്നു കേട്ടോ. എനിക്ക് അന്ന് വിഷയം പാട്ടോടാ, വിഷയം പാട്ട് എനിക്ക് അറ്റേതിനെക്കാട്ടിലും ഇഷ്ടപ്പെട്ടത്. ഇത് നന്നായിട്ട് പാടി, നീ അടിപൊളിയായിട്ട് പാടി. എന്തല്ലേ ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇവിടെ പിള്ളേരൊക്കെ ചാറ്റിൽ മറ്റേ ലവ് വിഷയം, മെൽറ്റിങ് വിഷയം, സൂപ്പർ, ഏതാ വോയിസ്, അതൊക്കെ തന്നെയാണ്. ക്ലാപ്പ്, ഇവനെ മൂവിയിൽ പാടുന്നത് കാണാതെ എനിക്കിനി സമാധാനമില്ലെന്നത് ആ സ്റ്റോപ്പിയൊക്കെ പറയും കേട്ടാ. എടാ നല്ല നല്ല ഭയങ്കര ടാലന്റ് ആണോ നീ. നല്ല പാട്ട്, നല്ല പാട്ട്. എന്നാ പിന്നെ പോട്ടെ, നീ കുറച്ച് പാട്ടൊക്കെ എല്ലാവർക്കും പാടിക്കൊടുത്തിരി, കഴിവേറെ തന്നെ. ശരിയടാ, ഓക്കെ, ബൈ ബൈ. ബൈ. ഹലോ YouTuber. Okay, so what do? You make content out of people's lives and make fun of them and get revenue. Is that what you do? Yeah, that's what I'm doing. Yeah. And What are you let me tell you. Sorry. What are you doing? I'm talking. What? Yeah. I'm talking to you. Oh, you're talking. Okay. Yeah. And let me tell you something. You know, one day, if a defamation case comes upon you, it's very difficult to get out of it. Not only for you, but also for your YouTube channel and all of that stuff, revenue, image, that all that you've gained will be over overnight. So I just want to warn you, be careful. And For the warning. I guess, no, it's, I think it would No, be a I suggestion. got it. What do you mean? Yeah, because I've seen some of the YouTubers exploiting people's emotions just for, I'm fun's sake. not at all exploiting. Why do you say that? No, I'm no, 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 exploiting? no, no. Listen. I didn't say it about you. I'm saying about YouTubers. I said I've seen some of the YouTubers. So I'm just advising or suggesting. You can just throw it in the dustbin. Like it means nothing to you, but it might help some others through this live stream. So yeah, it's really nice meeting you. I hope your channel grows. And if you drop your channel name, I'll subscribe. No, thank you. Thank you so much. എന്താ ഞാനിപ്പോ ഒരാളുടെ സംസാരിച്ചു, എന്താണെന്ന് ഞാൻ തന്നെ ആലോചിച്ചതാ. എന്ത് പറ്റി? അയാൾ എന്തൊക്കെയോ പറഞ്ഞു. എന്താടാ അത്? ഒറിജിനലടാ. ബ്രോ, ഞാൻ സംസാരിക്കുന്നത് ബ്രോ, ഇതെങ്ങനെയാണ് fake എന്ന് സംസാരിക്കുന്നത്? അതാ എന്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കാ. ചേച്ചിയുടെ ബിഗ് ഫാൻ ആണ്. എലി ചേച്ചിയുടെ ബിഗ് ഫാൻ ആണ് കേട്ടോ. ആറസാമി ചൊക്കലി. എടാ, നീ പറയുന്നൊക്കെ എനിക്ക് കേക്ക, നീ എന്തിനാ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നത്? എന്നാ നീ തന്നെ ഇനി പറ, ഞാൻ പറയുന്നില്ല. ബിഗ് ഫാൻ. താങ്ക് യു. ഒരു മിനിറ്റ്, ഞാൻ അതൊന്ന് ഡൈജസ്റ്റ് ചെയ്തോട്ടെ പുള്ളി പറഞ്ഞതൊക്കെ. ഞാൻ ഇവരോടൊന്ന് ചോദിച്ചോട്ടെ. എന്റെ ഷാജേട്ടാ പറഞ്ഞു, അയാളെന്ത് ഇരുട്ടത്തിരുന്നതൊക്കെ എന്നോട് പറഞ്ഞു, എന്നെ കൊണ്ടുപോയി. ഞാൻ ആദ്യം അയാൾ സംസാരിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ ട്രിപ്പിങ്ങിലാണെന്ന്. എന്തോ ഒരു ഭ്രാന്തൻ. ഓക്കെ, എന്താ പരിപാടി? ഒരു പരിപാടിയില്ല. ഞാൻ ലൈവ് ഇട്ടിട്ട് സിറ്റി അപ്പല്ലാത്തത് കാരണം ഒന്ന് ഒമേകളിൽ കയറിയതാ. ഒമേകളിൽ കയറിയപ്പോ ഒരാൾ ഇരുട്ടത്ത് വന്നിരുന്നിട്ട് എന്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞു. അയാൾ നിങ്ങളുടെ അടുത്തും പറയും, നിങ്ങളെയും കാണും, ഉറപ്പല്ലേ? എന്താ ഇരുട്ടത്തിരിക്ക? അയാള് ഒരു ഡാർക്കാണ് പുള്ളി. പുള്ളി മൊത്തത്തിൽ ഒരു ഡാർക്കാണ്. ഞാൻ വിചാരിച്ചു എന്നെ അങ്ങ് കൊണ്ടുപോയി പുള്ളി. പിന്നെ ഫുഡൊക്കെ കഴിച്ചോ? ഫുഡ് കഴിച്ചോ? ഇല്ലല്ല, കഴിക്കണം. ഓക്കേടാ, നടക്കട്ടെ. പോട്ടെ. സിറ്റിയിൽ കേറാൻ. സിറ്റി അപ്പല്ലടാ. സിറ്റി അപ്പല്ല. ഡൗണാ. പോട്ടെ. പോയിട്ടോ.
തിരിച്ചു തിരിച്ചു ഇല്ല ശരിയാവൂല. വാടാ ഏയ് തിരിച്ചു ഏയ് പറ്റൂല. സംസാരിക്കുന്നില്ലടാ. എന്തോടെ കഴിക്കുന്നേ? ഓ ഞാൻ വിചാരിച്ച് അതിനകത്ത് ബീഫ് ഫ്രൈയുടെ കവറാന്ന്. ആ പൊതി എന്താ പരിപാടി? കാണിച്ചു കൊടുക്കൂല. എന്തായാലും നിങ്ങളെ കണ്ടിപ്പോ അവനോട് കണ്ട കാണിക്ക്. നെറ്റ് പോകുന്നു. ആൽക്കഹോളി എടാ അവന്മാര് സിപ്പപ്പാടാ കുടിക്കുന്നത്. എന്തൊരു നാടടാ. അയ്യോ ഹായ് കുട്ടി. ഹായ്. കേക്കുന്നില്ല. ഫേക്കാണ്. അത് വഴി വെർച്വൽ ക്യാമറ. ഓ അതാ ബ്രോ. അല്ല ബ്രോ നാളെ കാണത്തൊന്നുമില്ല. ഉറപ്പല്ലേ? ഉറപ്പ്. സ്കിപ്പ് അടിക്കണ്ട. ഞാൻ ആരും കാണിക്കത്തതില്ല. ഞാൻ നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഒന്നും ചെയ്യാനും പോകുന്നില്ല. ചേച്ചി ഒമ്മേകള് കഴിഞ്ഞു. ഒരാളെ കാണുമ്പോ ആദ്യമേ മറ്റവളെന്നാണോടാ പറയുന്നത് ബ്രോ? അല്ല സോറി ഞാൻ അയ്യോ ഇതൊക്കെ ലൈവ് ഏയ് ഞാൻ ലൈവ് ഒന്നും അല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ക്യാമറ ഡിറ്റക്റ്റഡ് നോക്കി. അതായത് ഞാൻ ശ്രദ്ധിച്ചില്ലടാ. അമ്മാര് തന്നെ സ്കിപ്പ് അടിച്ചു പോയത്. എന്താ പരിപാടി? എന്താ നാട്ടിലെവിടെ? നാട്ടില് കേരള കൊല്ലം. 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 ഹായ് ബ്രോ. பேசு என்ன ஸ்ட்ரீமர் பேசக்கூடாதா? இல்ல அவன் சொல்றான் ஸ்ட்ரீமர்டா பேசாடா சொல்றான். அவங்க கிட்ட கேளு. ஃபேக்டா பேசாத சொல்றான். யாரும் தெரியும் உனக்கு? தெரியாது. உனக்கு யாரும் தெரியுமா? தெரியாதடா. யாரு? ரைட் ஃபாக்ஸ் கேமிங். ரைட் ஃபாக்ஸ் யூடியூப்ல. இவனை யூடியூப்ல போடுங்க. ஓகே ரைட் ஃபாக்ஸ் சொல்லடா. ரைட் ஃபாக்ஸ் பாராமிலிட்டரி. ஓகே ரைட் ஃபாக்ஸ் நான் சொல்ற பேரு இல்ல. எலி ஆமா என் பேரு. நான் டிவிஏ ஃபேன் சொல்லு. நான் டிவிஏ ஃபேன் சொல்லு. டிவிஏ ஃபேனா? அவங்க சொல்லுது. அவன் டிவிஏ ஃபேனா? இருக்கு. ஓ அப்படியா? ஓகே ஓகே ஓகே. ரிவ்யூர் ஆனல்ல. ஸ்ட்ரீமர் கடச்சா யூடியூப்ல எடுத்து காமிச்சறேன். அப்ப யூடியூப்ல உங்க சேனல் தான் ஓபன் பண்றேன். யூடியூப்ல ഓപ്പൺ പണിക്ക. എനിക്ക് അറിയാം. அந்த ബേബി ഫേമസ് ആണല്ലോ. ഹായ് കുട്ടി. ഹായ്. ഹായ്. യൂട്യൂബർ അല്ലേ? അതെ. കുട്ടി യൂട്യൂബർ ആണോ? അല്ലല്ല. വെറുതെ ഇരിക്കുവാണോ? വെറുതെ ഇരിക്കും. പാട്ട് പാടൂ? പാട്ട് പാടില്ല. പടം വരയ്ക്കൂ? എന്താണ്? പടം വരയ്ക്കൂ? പടം വരയ്ക്കില്ല. അപ്പുറത്ത് ചിരിക്കുന്ന ആരാ? യൂട്യൂബർ. ഞാൻ അല്ല അതല്ലാതെ ആരോ ചിരിക്കുന്നു. ഞാൻ ഭയങ്കര ഫാനാട്ടോ. അതാരാ? ഹസ്ബൻഡാ.
ഹസ്ബൻഡിന്റെ മറ്റേ ഗെയിമിന്റെ ഇത് കംപ്ലീറ്റ് സ്റ്റോറി അറിയാം. ഭയങ്കര ഫാനാണ്. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. ഇത് ഞാൻ കണ്ടുമുട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പോലുമില്ല. എന്റെ ഞാൻ മറന്നുപോയി. ബ്രൈറ്റ് ഫോക്സ്. ബ്രൈറ്റ് ഫോക്സ്. വീഡിയോ ഒന്നും കൂടെ പരുന്തുവാസിന്റെ കൂടെ ഉണ്ട് കൊറേ വീഡിയോസ് ചെയ്യും. ഞാൻ അങ്ങനെ കൊറേ കണ്ടിട്ടുണ്ട്. നിങ്ങൾ എവിടെയാ നാട്ടില്? എന്താണ്? എറണാകുളം. വെറുതെ ഒമ്പേക്കളിരിക്കണോ? ഞാൻ അപ്പുറത്ത് റൂമിൽ കേറിട്ട് ഈ ശബ്ദം കേട്ട് ഞാൻ കണ്ടുപിടിച്ചു വന്നാണ് അവിടെ കൂടെ ഓടിച്ചു വന്നത്. അത്ര എന്റെ ഇന്നത്തെ ദിവസം ഞാൻ ഒമ്പേക്കൾ കയറിയത് സെറ്റ്. താങ്ക് യു. എവിടൊക്കെയോ എത്തിയില്ലേ? അത് ആ പുള്ളി വന്നിട്ട് ഓ പറഞ്ഞപ്പോഴേ ഞാൻ അങ്ങ് എത്തി. പിന്നെ സൗണ്ട് കേട്ടിട്ടാണ് വന്നതെന്ന് കൂടെ ആയപ്പോഴത്തേന് കംപ്ലീറ്റ് ആയി. ഇതൊക്കെ PR ആണെന്ന് പല നാറികളും പറയുന്നുണ്ട്. പിന്നെ കൊച്ചു ഹസ്ബൻഡിനെ ഇന്ന് കൊല്ലൂന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. എന്താടാ നിനക്കൊക്കെ എന്തിനാണ് ഒരു കുടുംബം കലക്കുന്നത്? നാണം ഉണ്ടോ നിനക്ക് കുടുംബം കലക്കാൻ? നശിച്ച പിള്ളേരാണ്, വിഷം പിള്ളേര്. ഇതൊക്കെ ലൈവിലെ പിള്ളേർ പറഞ്ഞു. ഞാൻ ഭയങ്കര ഫാൻ ബോയ് ആയിരുന്നു. ഓ ആയിരുന്നു. അല്ല ആണ്, ഇപ്പോഴും ആണ്. കണ്ടപ്പോൾ ഞാൻ എക്സൈറ്റ്മെന്റ് അവിടെ ഇറങ്ങി ഓടിയാണ്. എന്നാലും ഞാൻ പ്രതീക്ഷിച്ചില്ല. താങ്ക് യു. പേരെന്താ? ഫസൽ. കുട്ടിയുടെ നിങ്ങൾ എവിടെ നാട്ടില്? എറണാകുളം. ഓക്കെ എന്നാ നടക്കട്ടെ. ബൈ. നമുക്കിനി സിറ്റിയിൽ കയറിയാലോ?